ശ്രീജിത്ത് പണിക്കരും ചേരുന്നു. ശ്രീജിത്ത്, ഈ സംവാദത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഈ സംവാദം കാണുന്ന ഒരു പ്രേക്ഷകൻ ഇപ്പോഴൊരു മെസ്സേജ് അയച്ചിരിക്കുകയാണ്. അത് ഞാൻ പ്രേക്ഷകരുടെയും പാനലിസ്റ്റുകളുടെയും ശ്രദ്ധയ്ക്ക് സമർപ്പിക്കുകയാണ്. കൊല്ലത്ത് കാട്ടിൽമേക്കതിൽ ക്ഷേത്ര തുരുത്തിന് 2 വശം കടലും 2 വശം കരിമണൽ ഖനനവുമാണ്. CMRL രാവും പകലും കരിമണൽ ഖനനം നടത്തുന്നു. കോടാനുകോടി രൂപയുടെ അഴിമതിയാണ്. മാത്രമല്ല EICL എന്ന ക്ലേ ഫാക്ടറിയുടെ ഖനനം മറ്റൊരു അഴിമതി കൂടിയാണ്. ഇതെല്ലാം സർക്കാർ ഭൂമിയാണ്. ആലപ്പുഴ ജില്ലയിൽ ഇപ്പോഴും കരിമണൽ ഖനനത്തിനെതിരെ സമരം തുടരുകയാണ്. അപ്പോഴാണ് ഈ ROCയുടെ റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത്. ശ്രീജിത്ത്, കരിമണൽ കർത്ത എന്നല്ലേ നമ്മൾ പറയുന്നത്? കർത്തയാണ് ഈ CMRL കമ്പനിയുടെ ഉടമസ്ഥൻ. പക്ഷേ മറ്റൊരു ഉടമസ്ഥൻ കൂടിയുണ്ട് എന്നാണ് ഇപ്പോൾ ROCയുടെ റിപ്പോർട്ടിൽ പരാമർശം വന്നിരിക്കുന്നത്. എങ്ങോട്ടാണ് ശ്രീജിത്ത് പോകുന്നത്? ശ്രീ അനിൽ, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പ്രാദേശികമായിട്ട് കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഈ കരിമണൽ ഖനനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സമീപ പ്രദേശത്ത് കഴിയുന്ന ആൾക്കാരുടെ എല്ലാം ഭാഗത്തു നിന്ന് വളരെ ശക്തമായിട്ടുള്ള എതിർപ്പുകൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഒരുപക്ഷെ നേരത്തെ തന്നെ ഇപ്പോൾ ഇൻകം ടാക്സിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ആ ഒരു ഉത്തരവിൽ ഇതിലുള്ള ആൾക്കാരോടൊക്കെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഈ കമ്പനികളുടെ പ്രധാനപ്പെട്ട അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്ന ചില കാര്യം, അങ്ങനെയുള്ള എതിർപ്പുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായിട്ട് പല രാഷ്ട്രീയക്കാർക്ക്, രാഷ്ട്രീയ പാർട്ടികൾക്ക്, ആരാധനാലയങ്ങൾക്ക്, അതേപോലെ തന്നെ മാധ്യമ സ്ഥാപനങ്ങൾക്ക് ഒക്കെ തന്നെ പണം നൽകേണ്ടുന്ന ഒരവസ്ഥ അവർക്കുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കിട്ടുന്ന ബിസിനസ് ഇൻകത്തിൽ നിന്ന് കുറേയധികം പണം മറ്റ് പല രീതികളുമൊക്കെ കാണിച്ചുകൊണ്ട് അതെല്ലാം തന്നെ ഇവർക്ക് റീറൂട്ട് ചെയ്ത് വിടേണ്ടുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ ഷോർട്ട് ഫോമുകളൊക്കെ PV, RC, OC തുടങ്ങിയ പേരുകളൊക്കെ തന്നെ നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ എല്ലാം തന്നെ പണം കൊടുത്ത് നിർത്തിയെങ്കിൽ അത് രാഷ്ട്രീയമായിട്ടുള്ള സംഭാവനയാവാം, അതല്ല എങ്കിൽ വ്യക്തിപരമായിട്ടുള്ള സംഭാവനയാകാം. ഇതൊക്കെ കൊടുത്ത് അവിടെ നിർത്തിയെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ഒരു ബിസിനസ് മുന്നോട്ട് പോവുകയുള്ളൂ. കാരണം എങ്കിൽ മാത്രമേ ഇവർക്ക് എതിരെ ഉണ്ടാകുന്ന പല ആരോപണങ്ങളെയും ഈ രാഷ്ട്രീയക്കാരടക്കം അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനങ്ങളടക്കം അതിനൊക്കെ നേരെ കണ്ണടക്കിയുള്ളൂ എന്നതിനെപ്പറ്റി വളരെ കൃത്യമായിട്ട് ബിസിനസ് നടത്തുന്ന ആൾക്കാർക്ക് അറിയാമായിരുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, അങ്ങനെയുള്ള ഒരു കമ്പനിയുമായിട്ടാണ് ഇവിടെ മുഖ്യമന്ത്രിയുടെ മകൾ ഒരു എൻഗേജ്മെന്റിലേക്ക് പോകുന്നത്. അത് തന്നെയുമല്ല, അതുമായി ബന്ധപ്പെട്ട രേഖകളൊന്നും തന്നെ സമർപ്പിക്കാനായിട്ട് അവർക്ക് സാധ്യമാകുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴും നമ്മൾ കാണുന്നത് ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതൊരു രാഷ്ട്രീയ ആരോപണമാണ് എന്ന നിലയ്ക്കുള്ള ഒരു അവരുടെ സ്റ്റേറ്റ്മെന്റ് തുടരുകയാണ്. പക്ഷേ ഇതൊരു രാഷ്ട്രീയ ആരോപണം എന്നതൊക്കെ എന്നേ കഴിഞ്ഞു പോയതാണ്. ഇത് ആദ്യം വരുന്ന സമയത്ത് പോലും അത് രാഷ്ട്രീയ ആരോപണം എന്ന നിലയ്ക്കല്ല നമ്മൾ അറിയുന്നത്. കാരണം ഇതൊരു ക്വാസി ജുഡീഷ്യൽ സംവിധാനത്തിന്റെ ഉത്തരവായിട്ടാണ് നമ്മളതിനെ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരിക്കുന്ന ഒരു തീർപ്പ്, ആ തീർപ്പിനെ പോലും ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ആരോപണം എന്ന നിലയ്ക്കാണ് ഇവിടെ ഭരണപക്ഷം അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ സംവിധാനമൊക്കെ തന്നെ അതിനെ വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ അതും കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഒരു തുടർച്ചയായിട്ടല്ലാതെ ശ്രീ ഷോൺ ജോർജ് നൽകുന്ന ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ, അതും ഒരു കമ്പനിയുടെ ഒരു മൈനർ സ്റ്റേക്ക് ഹോൾഡർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിനുള്ള അവകാശം, ലീഗലായിട്ടുള്ള അവകാശം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം നൽകുന്ന ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ മറ്റൊരു വകുപ്പാണ് ഈ ഒരു വിഷയം പിന്നീട് അന്വേഷിക്കുന്നത്. അപ്പോൾ അത് കമ്പനികാര്യ മന്ത്രാലയമാണ്. നേരത്തേത് ഇൻകം ടാക്സിന്റെ വകുപ്പായിരുന്നുവെങ്കിൽ ഇത് കമ്പനികാര്യ മന്ത്രാലയമാണ്. അതും ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ നടത്തിയ അന്വേഷണമാണ്. ROC നടത്തിയിരിക്കുന്നത് ബാംഗ്ലൂരിൽ നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ കേരളത്തിൽ എറണാകുളം കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കൂടുതലായിട്ടുള്ള ക്രമക്കേടുകൾ പുറത്തു വരുന്നത്. അപ്പോൾ ഈ ക്രമക്കേടുകൾ വരുന്ന സമയത്ത് ഒരുപക്ഷെ ശ്രീമതി വീണ വിജയനേക്കാളും അല്ലെങ്കിൽ ശ്രീ പിണറായി വിജയനേക്കാളും കൂടുതൽ വെട്ടിലാകുന്നത് ഇവിടെ ഇടതുപക്ഷമാണ്. കാരണം ഈ ആരോപണങ്ങളൊക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇതിനെ ഒരു രാഷ്ട്രീയ ആരോപണമായിട്ട് പ്രതിപക്ഷം ഉൾപ്പെടെ ഉന്നയിക്കുന്ന സമയത്ത് ഇതിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ല, ഈ കമ്പനികൾ തമ്മിലുള്ള എൻഗേജ്മെന്റ് എല്ലാം തന്നെ സുതാര്യവും നിയമപരവുമാണ് എന്നൊക്കെ വ്യാഖ്യാനിക്കാനാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പോലും തീരുമാനിച്ചത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പാർട്ടി നേതാക്കളുടെ മക്കളെ പല വിഷയങ്ങളിലും അവരുൾപ്പെട്ടിട്ടുള്ള വിവാദമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്തൊന്നും തന്നെ അവരെല്ലാം തീർച്ചയായിട്ടും 100% കൈയൊഴിഞ്ഞ് അതൊക്കെ തന്നെ വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങളാണ് എന്നൊക്കെയുള്ള നിലപാടെടുത്തിരുന്ന പാർട്ടി അവിടെ നിന്ന് പെട്ടെന്നൊരു U-ടേൺ എടുക്കുകയാണ്. അങ്ങനെ U-ടേൺ എടുത്തുകൊണ്ട് ഇവിടെ ഒരു കമ്പനിയുടെ ഭാഗത്തു നിന്നോ CMRLന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ അവിടെ നിക്ഷേപമുള്ള KSIDCയുടെ ഭാഗത്തു നിന്നോ ഒരു വിശദീകരണവും ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ എടുപിടിയിലാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു പ്രസ്താവന ഇറക്കുന്നത്. ആ പ്രസ്താവനയിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, മുഖ്യമന്ത്രിയുടെ മകളെ മാത്രമല്ല, ആ മകൾ എൻഗേജ് ചെയ്തിരിക്കുന്ന കോൺട്രാക്ട് ഏതൊരു കമ്പനിയുമായിട്ടാണോ ആ കോൺട്രാക്ട് നിയമപരവും സുതാര്യവും എന്നാണ് പറയുന്നത്. അപ്പോൾ CMRL എന്ന് പറയുന്ന കമ്പനിയെ കൂടി ന്യായീകരിക്കേണ്ടുന്ന അവസ്ഥയാണ് CPMന്റെ സെക്രട്ടേറിയറ്റിനുണ്ടായത്. അപ്പോൾ അവിടെ നിന്ന് പിന്നീട്
നടന്നിരിക്കുന്ന കാര്യങ്ങളാണ്. അത് സുതാര്യവും നിയമപരവുമാണ് എന്ന് അവർ പറയുമ്പോൾ ഇപ്പോൾ ROC കണ്ടെത്തിയിരിക്കുന്നതനുസരിച്ച് അവിടെ കുറേയധികം വയലേഷൻസ് ഉണ്ടായിട്ടുണ്ട് എന്നാണ്. അത് ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ടെന്നാണ്. സുതാര്യമായിട്ടുള്ള ഒരു ഇടപാടിൽ ക്രമക്കേടുകൾ എങ്ങനെയാണ് ഉണ്ടാവുക? അഥവാ ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ അത് സുതാര്യമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന് പറയാൻ കഴിയുന്നത് എങ്ങനെയാണ്? രണ്ടാമത്, ഇത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള നിയമപരമായിട്ടുള്ള ഒരു എൻഗേജ്മെന്റ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ തന്നെ ROC ബാംഗ്ലൂരിന്റെ കണ്ടെത്തലിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതിൽ സീരിയസ് ആയിട്ടുള്ള ഒഫൻസസ് കണ്ടുവെന്നാണ്. അപ്പോൾ ഒഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിയമവിരുദ്ധമാണ്. അപ്പോൾ ക്രമവിരുദ്ധവും നിയമവിരുദ്ധവുമായിട്ടുള്ള കാര്യങ്ങൾ ഒരു എൻഗേജ്മെന്റിൽ ഉണ്ട് എന്നുള്ളതിനെ പറ്റി അതിന് ചുമതലപ്പെട്ടിരിക്കുന്ന ഒരു നിയമ സംവിധാനം, അതിന് അർഹതയുള്ള കമ്പനീസ് ആക്ട് വഴി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം കണ്ടെത്തിയിരിക്കുമ്പോൾ അതിനെയാണ് മുമ്പ് ഇതേപോലെ വെള്ളപൂശി വെളുപ്പിക്കാനായിട്ട് CPM ഉൾപ്പെടെ അതിനൊക്കെ അപ്പുറത്താണല്ലോ പാർട്ടിയുടെ അന്വേഷണ സംവിധാനം. സ്വന്തമായിട്ട് പിന്നെ പോലീസും കോടതിയൊക്കെയുള്ള ഒരു പാർട്ടി, പോലീസ്, കോടതി, അന്വേഷണ സംവിധാനം ഇതെല്ലാം തന്നെയുണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ പറയുന്നത് ഈ വഴിയെ പോയ അല്ലെങ്കിൽ പറന്നുപോയ പണിയൊക്കെ ഏണി വെച്ച് പിടിക്കുക എന്നൊക്കെ ഈ നാട്ടിലെ ആൾക്കാർ പറയുന്നത് പോലെ ഒരല്പം ഒന്ന് കാത്തിരുന്നതിന് ശേഷം പ്രതികരിക്കാമായിരുന്ന CPM എന്ന് പറയുന്ന രാഷ്ട്രീയ സംവിധാനം അതിലേക്ക് എടുത്തു ചാടുകയും അങ്ങനെ ന്യായീകരിക്കുകയും അങ്ങനെ പ്രിയപ്പെട്ട നേതാവിൻ്റെ മകളുടെ കമ്പനിയെ ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കുകയും അതുവഴി CMRL എന്ന് പറയുന്ന സ്ഥാപനത്തെ പോലും ന്യായീകരിക്കേണ്ടുന്ന അവസ്ഥ വരികയും, അപ്പോൾ ഇതിലെല്ലാം തന്നെ ഇപ്പോൾ ഈ രണ്ട് കമ്പനികളും പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ ഈ ഇവരെ ന്യായീകരിക്കാനായിട്ട് ശ്രമിച്ചിരിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഇതെല്ലാം തന്നെ സുതാര്യവും നിയമപരവുമാണ് എന്ന് പറയാനായിട്ട് ശ്രമിച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എങ്ങനെയാണ് നിൽക്കുന്നത്? ഉടുതുണിയില്ലാതെ നിൽക്കുകയാണ്. ആ സാഹചര്യത്തിലേക്ക് അവരെത്തിയിരിക്കുകയാണ്. കാരണം അവർ പറഞ്ഞിരിക്കുന്ന എല്ലാ ഡിഫൻസും പൊളിഞ്ഞിരിക്കുകയാണ്. ഇനി മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുകയും പിന്നീട് CPMന്റെ സൈബർ അണികളടക്കം അതൊരു പ്രധാനപ്പെട്ട ക്യാപ്സൂളായിട്ട് ഏറ്റെടുക്കുകയും ചെയ്തിരുന്ന ഒരു കാര്യമാണ് വീണയെ കേട്ടില്ല അല്ലെങ്കിൽ വീണയുടെ കമ്പനിയെ കേട്ടില്ല എന്ന് പറയുന്നത്. അത് മുഖ്യമന്ത്രി പത്രസമ്മേളനങ്ങളിൽ ഉൾപ്പെടെ ചോദിച്ചിരുന്നു. പക്ഷേ ഇവിടുത്തെ പ്രശ്നം അതല്ല. ഇവിടെ വീണയെ കേട്ടു, വീണയുടെ കമ്പനിയെ കേട്ടു, പക്ഷെ അവിടെ ഹാജരാക്കാൻ പറയുന്ന സമയത്ത് അവരുടെ കയ്യിൽ യാതൊരു വിധത്തിലുള്ള രേഖകളും ഇല്ല എന്നും ഈ കോൺട്രാക്ട് അവർക്ക് എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്, ഇവരുടെ കേപ്പബിലിറ്റി എന്താണ്, ഏത് മാർഗത്തിൽ കൂടിയാണ് ഇവരിതിൽ സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്, എന്തൊക്കെ രീതിയിലുള്ള എൻഗേജ്മെന്റ് ആണ് നടത്തിയിരിക്കുന്നത്, എന്ത് സേവനമാണ് നൽകിയിരിക്കുന്നത്, ഇതിനെപ്പറ്റി ഒന്നും തന്നെ ഒരു രേഖയും ഹാജരാക്കാനില്ല. അപ്പോൾ അങ്ങനെ രേഖ ഹാജരാക്കാനുണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ അന്വേഷണം ഇത്ര പെട്ടെന്ന് ഈ രീതിയിലത്തേക്കുള്ള ഒരു ബിഗിനിങ് കൺക്ലൂഷനിലേക്ക് അത് വരുമായിരുന്നില്ല. കാരണം വളരെ ബിഗിനിങ്ങിൽ തന്നെ കൺക്ലൂഡ് ചെയ്യപ്പെടേണ്ടുന്ന അല്ലെങ്കിൽ ഇതിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ഫ്രോഡുള്ള PMLA അനുസരിച്ച് അന്വേഷിക്കേണ്ടുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ CBIക്ക് ഒരുപക്ഷെ വരാവുന്ന ഒരു സാഹചര്യമുണ്ട് എന്നൊക്കെ ആദ്യം തന്നെ കൺക്ലൂഡ് ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. രേഖകൾ സമർപ്പിക്കപ്പെട്ടിരുന്നുവെങ്കിൽ രേഖകളൊക്കെ പരിശോധിക്കാനുള്ള സമയമെങ്കിലും എടുക്കുമായിരുന്നു. ഇവിടെ അതൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വളരെ ഈ പറയുന്നത് പോലെ ഡൂബിയസ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ, സംശയാസ്പദമായിട്ടുള്ള നിരവധി ഇടപാടുകൾ അവർ നടത്തിയിട്ടുണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ ഈ കമ്പനികളെല്ലാം തന്നെ അല്ലെങ്കിൽ ഈ കമ്പനികളെല്ലാം ന്യായീകരിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ ഒരു നെക്സസ് ആയിട്ട് പ്രവർത്തിച്ചു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ രണ്ട് കമ്പനികളെയും ന്യായീകരിക്കുന്ന സമയത്ത് തന്നെ CMRLന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന വിശദീകരണങ്ങൾ നോക്കൂ. അത് അന്വേഷിച്ചിരിക്കുന്നത് ROC എറണാകുളമാണ്. അവർ പറയുന്നത് CMRLനോട് ഞങ്ങൾ ചോദ്യം ചോദിക്കുന്ന സമയത്ത് അവരുടെ മറുപടികൾ ഒന്നുകിൽ വേഗാണ് എന്നാണ്. അതായത് വ്യക്തമല്ലാതെ അവ്യക്തമായിട്ട് അവർ കാര്യങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ ഇവേസീവാണ്. അതായത് ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ അവർ ഒഴിഞ്ഞു മാറുന്നു. പ്രസ്താവനയിലേക്ക് പോയാൽ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. അതായത് ഇപ്പോൾ ഈ 1,72,00,000 രൂപ അതുമായി ബന്ധപ്പെട്ടാണല്ലോ നമ്മുടെ ഈ ചർച്ചയൊക്കെ നടക്കുന്നത്. ഇനിയിപ്പോൾ ഈ അന്വേഷണത്തിൽ ഒരുപക്ഷെ CMRLലും എക്സാലോജിക്കും തമ്മിൽ നടത്തിയ മറ്റ് ഇടപാടുകളും അതൊരുപക്ഷെ പുറത്തു വരാനുള്ള സാധ്യതയില്ലേ? നേരത്തെ ഷോൺ പറഞ്ഞു ഇവിടെ ബാംഗ്ലൂരിൽ കേന്ദ്രീകരിച്ചുള്ള ഇടപാടുകൾ മാത്രമല്ല, പുറത്തും എക്സാലോജിക്കിന് പിന്നെ ഓഫീസുകളുണ്ട്, അവിടെയും വലിയ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നാണ്. ഈ അന്വേഷണത്തിൽ മറ്റ് ഇടപാടുകൾ കൂടി പുറത്തു വരുമോ, അതോ ഇതിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചായിരിക്കുമോ അന്വേഷണം നടത്തുക? അല്ല, ഇതൊരു സാമ്പത്തിക ക്രമക്കേട് എന്ന് പറയുന്നതാണ് അതിൻ്റെ ചാർജ് എങ്കിൽ അത് വിശാലമായിട്ടുള്ള ഒരു അർത്ഥത്തിൽ അന്വേഷിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. ബൈ ഡിഫോൾട്ട് അതിൻ്റെ സ്കോപ്പ് തന്നെ മാറുകയാണ്. കാരണം ഇങ്ങനെ ഒരു കമ്പനിക്ക് മറ്റൊരു കമ്പനിയുമായിട്ട്, അതും KSIDC പോലെയുള്ള സംസ്ഥാനത്തിന് വളരെ സ്റ്റേക്കുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ഷെയർ കൂടിയുള്ള ഒരു CMRL എന്ന് പറയുന്ന ഒരു സ്ഥാപനവുമായി ബാംഗ്ലൂരിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിന് ഈ രീതിയിലുള്ള ഒരു എൻഗേജ്മെന്റ് ആണ് നടന്നിരിക്കുന്നത് എങ്കിൽ അതിൽ എന്തെങ്കിലും ദുരൂഹത ഉണ്ടെങ്കിൽ അതിൽ നേരത്തെ തന്നെ കണ്ടെത്തിയിരിക്കുന്ന മറ്റൊരു സംവിധാനം കണ്ടെത്തിയിരിക്കുന്നത് പോലെ ഉന്നതനായിട്ടുള്ള ഒരു വ്യക്തിയുടെ ബന്ധുത്വവുമായി റിലേറ്റഡ് ആയിട്ടാണ് അതിലുള്ള ഒരു എൻഗേജ്മെന്റ് വരുന്നത് എന്ന് സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ മറ്റുള്ള ഇടപാടുകളും അവിടെ പരിശോധിക്കപ്പെടും.
അതിന് മറ്റൊരു സെപ്പറേറ്റ് പരാതി ഉണ്ടാകണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതൊക്കെ തന്നെ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള കേസാണ്. ആ ഒരു കമ്പനിയുടെ സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളും പരിശോധിക്കപ്പെടും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഇത് CMR-ലും പിന്നെ എക്സാലോജിക്കും തമ്മിൽ മാത്രമുള്ള ഒരു വിഷയമാണെന്ന് കരുതുന്നില്ല. അതിന്റെ സ്കോപ്പ് നാച്ചുറലി കൂടും. കാരണം ഇനി അതിന്റെ പേരിൽ മറ്റേതെങ്കിലും ഇവർക്ക് ഇതേപോലെ ഷെയർ ഹോൾഡ് ഉള്ള ഒരു കമ്പനിയിൽ അവിടെ നിന്ന് ആരെങ്കിലും ഒരു പരാതി കൊടുത്തതിന് ശേഷം മാത്രമേ അത് അന്വേഷിക്കാവൂ എന്ന് പറയുന്നതിൽ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ സ്കോപ്പ് വർദ്ധിക്കും. ഒരുപക്ഷെ അങ്ങനെ ഒരു വലിയ വിശാലമായിട്ടുള്ള അർത്ഥത്തിൽ അത് അന്വേഷിക്കപ്പെടേണ്ടതാണ് എന്നുള്ള ബോധ്യം കമ്പനികാര്യ മന്ത്രാലയത്തിന് ഉള്ളത് കൊണ്ട് തന്നെയാകും അവരിതിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിലുള്ള ഫൈനാൻഷ്യൽ ഫ്രോഡ് പോലെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് PMLA പോലെയുള്ള വകുപ്പുകൾ ചുമത്തണം എന്ന് പറയുന്നതും, അല്ലെങ്കിൽ അതിൽ ക്രിമിനലായിട്ടുള്ള കാര്യങ്ങൾ അതിൽ വരുന്നത് കൊണ്ട് ED പോലെയുള്ള CBI പോലെയുള്ള സംവിധാനങ്ങളുടെ അന്വേഷണം അതിൽ ഉണ്ടാകണം എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ശുപാർശ വരുന്നതിൻ്റെയും കാരണം ഒരുപക്ഷെ ഇങ്ങനെ വിശാലമായിട്ടുള്ള അർത്ഥത്തിൽ അന്വേഷിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ പല ആൾക്കാർക്കും വേണമെങ്കിൽ പറയാം, മറ്റുള്ള പല എൻഗേജ്മെന്റുകളും ഒരുപക്ഷെ രണ്ട് പ്രൈവറ്റ് കമ്പനികൾ തമ്മിലുള്ള ഇടപാടുകളാണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് അവർ തമ്മിൽ മാത്രമുള്ള കാര്യമല്ലേ? അതിൽ എന്തെങ്കിലും രീതിയിലുള്ള കോൺട്രാക്ട് ഉണ്ടാകേണ്ടതുണ്ടോ? സുതാര്യത അതിൽ നമുക്ക് വാശി പിടിക്കാൻ കഴിയുമോ? തുടങ്ങിയ കാര്യങ്ങളൊക്കെ പലരും പറഞ്ഞ് സോഷ്യൽ മീഡിയയിലടക്കം പോസ്റ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടു. പക്ഷേ ഇതിലൊക്കെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, മണി ലോണ്ടറിംഗ് പോലെയുള്ള ഒരു ചാർജ് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് സ്വകാര്യ കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണെങ്കിൽ പോലും അതിൽ പണം വെളുപ്പിക്കാനുള്ള ഒരു ശ്രമം നടന്നിട്ടുണ്ടോ എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം അന്വേഷിക്കണമെങ്കിൽ അതിൻ്റെ ഏജൻസി ED തന്നെയാണ്. കാരണം അതിൽ എന്തെങ്കിലും രീതിയിലുള്ള മണി ലോണ്ടറിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കപ്പെടേണ്ടതാണ്. തന്നെയുമല്ല, അങ്ങനെയുള്ള ഒരു പൊതു താല്പര്യം അങ്ങനെയുള്ള ഒരു വിഷയത്തിൽ വരിക കൂടി ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അതൊരു ഫൈനാൻഷ്യൽ ഫ്രോഡ് എന്ന് പറയുമ്പോൾ ഒരു ദേശവിരുദ്ധ പ്രവർത്തനം കൂടിയാണ്. അതുകൊണ്ട് ഇതിന്റെ അന്വേഷണം എന്ന് പറയുന്നത് കേവലം ഒരു CMR എക്സാലോജിക് എന്നതിനപ്പുറത്തേക്ക് വളരെ വിശാലമായിട്ടുള്ള ഒരു സ്കോപ്പിലേക്ക് ഇത് പോകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ശ്രീധ, നേരത്തെ LDF-ൻ്റെ റെപ്രസെൻറ്റേറ്റീവ് അഡ്വക്കേറ്റ് സതീഷ് പറഞ്ഞതും ചോദിച്ചത് അതാണ്, ഇവിടെ പൊതു ഖജനാവിന് നഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്ന്. ആ രീതിയിലാണ്, ആ ഒരു ക്യാപ്സ്യൂൾ വെച്ചാണ് ഇപ്പോഴും ഗുരുതരമായ ഈ വിഷയത്തെ ഇവർ നേരിടുന്നത്. അല്ല, അങ്ങനെ പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് പ്രധാനപ്പെട്ട നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ CMR എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. ആ കമ്പനിയിൽ ഏതാണ്ട് 14% സ്റ്റേക്ക് ഉള്ളത് KSIDCക്കാണ്. അത് നമ്മുടെ കേരള സർക്കാരിന്റെ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. അതിന്റെ തലപ്പത്ത് MD ആയിട്ടിരിക്കുന്ന ഒരു IAS ഓഫീസറാണ്. അതിന്റെ സ്ട്രക്ചറും സർക്കാരിന്റെ സ്റ്റേക്കും ഒക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ ഏതാണ്ട് 14% സ്റ്റേക്കുള്ള ഒരു സ്ഥാപനം അവർ പ്രവർത്തിക്കുകയാണ് അവിടെ. അവരുമായി ബന്ധപ്പെട്ട് ഒരു ക്വാസി ജുഡീഷ്യൽ സംവിധാനത്തിന്റെ ഒരു ഓർഡർ വരികയും അതിൽ ബിസിനസ് ഇൻകം അല്ലെങ്കിൽ ബിസിനസ് ലോസ് ആയിട്ട് അവരുടെ ഒരു ട്രാൻസാക്ഷനെ കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാൽ പ്രാക്ടീസിനെ അവർ പിടിക്കപ്പെടുകയും അതിന്റെ പേരിൽ പിന്നീട് അവർ പിഴയൊടുക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ CMR-ൽ എന്തൊക്കെയാണ് ഈ നടക്കുന്നത് എന്ന് അന്വേഷിക്കാനായിട്ടുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു അവകാശം അതിലുള്ള 14% ഹോൾഡ് ചെയ്യുന്ന KSIDCക്ക് ഉണ്ടാകേണ്ടതല്ലേ സ്വാഭാവികമായിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ KSIDCയുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർക്ക് അതിനെ നിയന്ത്രിക്കുന്ന സർക്കാർ സംവിധാനത്തിനെ ഒക്കെ തന്നെ വളരെ കൃത്യമായിട്ട് ആ വിഷയത്തിൽ അന്വേഷണം നടത്തേണ്ടതാണ്. പക്ഷെ നാളിതുവരെ ഈ ഇൻകം ടാക്സിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ ഈ പറഞ്ഞിരിക്കുന്ന ഒരു ബിസിനസ് മാൽ പ്രാക്ടീസ് വന്നതിന് ശേഷം KSIDC ഏത് നിലയ്ക്കാണ് ഇടപെട്ടിട്ടുള്ളത്? അപ്പൊ അതിലൊരു പൊതു താല്പര്യമല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരു താല്പര്യം അവിടെ ഉള്ളത് കൊണ്ട് തന്നെയാണല്ലോ അതിലെ ഒരു ഷെയർ ഹോൾഡർ കൂടിയായിട്ടുള്ള ശ്രീ ഷോൺ ജോർജ് ഈ പരാതിയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നഷ്ടമുണ്ടായിട്ടില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും? ഇപ്പൊ ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞതുപോലെ OC, RC, KK, PV എന്നൊക്കെ പറഞ്ഞിട്ട് പല ആൾക്കാർക്ക് ഇങ്ങനെ പണം അവർ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഈ പണം എവിടെ നിന്നാ വരിക? CMR എന്ന് പറയുന്ന കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു 14% സ്റ്റേക്ക് KSIDCക്ക് ഉണ്ടെങ്കിൽ അവരുടെ ആ പണത്തിൽ, അവരുടെ അതിന്റെ ട്രാൻസാക്ഷനിൽ, അവരുടെ ഇൻകത്തിൽ, അവരുടെ എക്സ്പെൻഡിച്ചറിലെല്ലാം തന്നെ ഇവർക്കൊരു താല്പര്യം ഉണ്ടാകണം. അപ്പൊ എവിടെ നിന്നോ കുറെ പണം എടുത്തിട്ട് ഏതൊക്കെയോ അക്കൗണ്ടുകളിൽ എഴുതി തള്ളിയതിനു ശേഷം കുറെ അധികം ആൾക്കാർക്ക് കൊടുക്കുകയും അവിടെ അവർക്ക് ഇല്ലാതിരിക്കുന്ന ബിസിനസ് ലോസ് അല്ലാതിരിക്കുന്ന ഒരു കാര്യത്തിനെ ബിസിനസ് ലോസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിലെന്തെങ്കിലും ആനുകൂല്യം കൈപ്പറ്റാനായിട്ട് അവർ ശ്രമിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ ഗ്രേവ് ആയിട്ടുള്ള ബിസിനസ് മാൽ പ്രാക്ടീസ് ആണ്. ആ മാൽ പ്രാക്ടീസ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് KSIDCക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ടാകേണ്ടതല്ലേ? അപ്പൊ അങ്ങനെ നമ്മൾ നിയമപരമായി നോക്കിയാലും ഘടനാപരമായി നോക്കിയാലും സാമാന്യ യുക്തി വെച്ച് നോക്കിക്കഴിഞ്ഞാലും എല്ലാം തന്നെ ഇത് ആൾക്കാർക്ക് നഷ്ടമുണ്ടാകുന്ന കാര്യമാണ്. അപ്പൊ ഇല്ലെങ്കിൽ ഇവിടെ ഈ KSIDCയുടെ സ്റ്റേക്കില് സർക്കാരിന് ഒരു ഉത്തരവാദിത്വം ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ IAS-കാരെ ഒന്നും വെറുതെ വെക്കേണ്ടുന്ന കാര്യമില്ലല്ലോ. അതൊക്കെ ഏതെങ്കിലും പ്രൈവറ്റൈസ് ചെയ്തിട്ട് അത് അങ്ങനെ അങ്ങ് പോകട്ടെ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ അതൊക്കെ ബാലിശമായിട്ടുള്ള ആരോപണങ്ങളാണ്. അത് പലപ്പോഴും നമ്മളിങ്ങനെ കേൾക്കുന്നതാണ്. ഇതിൽ ആൾക്കാർക്ക് ഇപ്പൊ കിഫ്ബിയുടെ തിരിച്ചടവിൽ പോലും നമുക്കാർക്കും ഒരു ഉത്തരവാദിത്വമില്ല എന്നൊക്കെ പറയുന്ന ഇടതുപക്ഷക്കാരല്ലേ? ഇടതുപക്ഷത്തെ ഔദ്യോഗിക വക്താക്കളായിട്ട് വന്നിട്ട് അവിടെ ഇരുന്ന് പറഞ്ഞില്ലേ? പക്ഷേ ഇതിന്റെ തിരിച്ചടവിലേക്ക് പോകുന്നത് നമ്മൾ റോഡ് ടാക്സ് കൊടുക്കുന്ന പണത്തിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ ഫ്യൂവൽ അടിക്കുന്ന സമയത്ത് കൊടുത്തിരിക്കുന്ന സെസ്സിൽ നിന്നോ ഒക്കെ തന്നെയാണെന്ന് നമുക്കറിയില്ലേ?
നേരെ മറിച്ചത് സംസ്ഥാനത്തിന്റെ ഖജനാവിലേക്ക് നേരിട്ട് പോവുകയും കിഫ്ബിയുടെ തിരിച്ചടവിലേക്കല്ല പോവുകയും ചെയ്യുന്നതെങ്കിൽ സംസ്ഥാനത്തുള്ള അടിസ്ഥാന സൗകര്യത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടുന്ന പണമാണ്. അപ്പൊ ഇതെല്ലാം തന്നെ ആൾക്കാരുടെ പണമാണ്, അല്ലാതെ ശൂന്യതയിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ പണം ഉണ്ടായിക്കൊണ്ടുവരാൻ നമ്മളാരും PV ഒന്നും അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇതിൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ സ്റ്റേക്ക് ഉണ്ട്, കൂടുതലായിട്ട് അന്വേഷിക്കേണ്ടതാണ്. ഇവരൊക്കെ ഈ അന്വേഷണത്തിനെ ഭയപ്പെടുന്നത് എന്തിനാണ്? ഇപ്പോൾ പിന്നെ എൻ്റെ മകളുടെ കമ്പനിയോട് ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ചോദിച്ചതിന് ശേഷം അവരുടെ കയ്യിൽ ഒരു കുന്തവും ഇല്ല എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ എന്ത് ഡിഫൻസ് ആണ് നമുക്ക് ഇവിടെ എടുക്കാനിരിക്കുന്നത്? നമ്മളത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അവർ ശുപാർശ ചെയ്തിരിക്കുന്ന അന്വേഷണങ്ങൾ, വയലേഷൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കമ്പനി ആക്ടിൽ പറഞ്ഞിരിക്കുന്ന ഏതൊക്കെ പ്രൊവിഷൻസ് ഉണ്ടോ, ഇപ്പോൾ 118, 129, 455, 447, 448, 134 എത്ര വകുപ്പുകളാണ്. അപ്പൊ അങ്ങനെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഒഫൻസ് ഉണ്ടാവുകയും ആ കമ്പനി അടച്ചുപൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നത് പോലും നിയമപരമല്ല എന്ന രീതിയിലത്തേക്കുള്ള എതിർപ്പുകളും അങ്ങനെയുള്ള ഒബ്സർവേഷൻസും ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിൽ സംസ്ഥാന സർക്കാരിനോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കോ ഒന്നും തന്നെ യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്വം ഇല്ല എന്ന് പറയാൻ കഴിയില്ല. ഒരുപക്ഷെ അത് പറയാൻ കഴിയുമായിരുന്നു CPM-ന്റെ ഭാഗത്ത് നിന്ന് ഈ രീതിയിലുള്ള ഒരു ആദ്യം തന്നെ വന്നില്ലായിരുന്നുവെങ്കിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പറന്നുപോയ പണി ഏടി വെച്ച് പിടിച്ചിരിക്കുകയാണ് CPM എന്നുള്ളത്. അവരൊന്ന് അല്പം ഒരു പൊടിക്ക് അടങ്ങിയിരുന്നെങ്കിൽ ഈ രീതിയിലുള്ള ഒരു ബ്ലെയിം കേൾക്കേണ്ടുന്ന അവസ്ഥ സാഹചര്യം CPM-ന് ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ ഇതിപ്പോൾ അവർ ഏറ്റെടുത്തിരിക്കുന്നു. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്യാബിനറ്റിലുള്ള ഏതെങ്കിലും ഒരു മന്ത്രി ഇതിനെതിരെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള വിഷയമാണ്, അതിൽ പാർട്ടിക്ക് അഭിപ്രായമില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ഘടകകക്ഷി പറഞ്ഞിട്ടുണ്ടോ? അവരാരും പറഞ്ഞിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ മിണ്ടാതെ ഇരുന്നുകൊണ്ട്, ഈ സിൻ ബൈ സൈലൻസ് എന്നൊക്കെ പറയുന്നത് പോലെ മിണ്ടാതെ ഇരുന്നുകൊണ്ട് ഇവരെല്ലാം തന്നെ ഈ പാപത്തിൽ പങ്കുചേരുകയാണ് എന്നാണ് അതിനർത്ഥം. ഈ കോംപ്ലിസിറ്റ് ആവുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയത്തില്ലേ, ഇവർ മിണ്ടാതെ ഇരിക്കുന്നു. മിണ്ടാതെ ഇരുന്നതിന് ശേഷം ആ ക്രൈം എന്താണോ അല്ലെങ്കിൽ ആ പാപം എന്താണോ, ആ പാപത്തിൽ ഇവർക്കും ഒരു പങ്കുണ്ട് എന്ന രീതിയിലത്തേക്ക് തന്നെ മാത്രമേ നമുക്കിതിനെ കാണാനും സാധിക്കുകയുള്ളൂ. ശ്രീയനൽ, യെസ്, വ്യക്തമാണ് ശ്രീജിത്ത്. തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. യെസ്, KVS, സമയം പരിമിതമാണ്. പക്ഷേ എങ്കിലും ഒരു കാര്യം ചോദിച്ചോട്ടെ. അതായത് ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ദേശാഭിമാനിയിൽ അദ്ദേഹം എഡിറ്റോറിയൽ പേജിൽ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ പാർട്ടി ഇപ്പോഴും, അതുപോലെ ഇടതുമുന്നണി സംവിധാനം ഇപ്പോഴും ഇതിനൊരു രാഷ്ട്രീയ ആരോപണമായിട്ടാണ് കാണുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് പോയി ഒരു ക്വാസി ജുഡീഷ്യൽ സംവിധാനത്തിൻ്റെ ഫൈൻഡിങ് റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിവർക്കറിയാം. പക്ഷേ ഇവരിറക്കുന്ന ക്യാപ്സൂൾ ഇങ്ങനെയാണ്: തിരഞ്ഞെടുപ്പ് അടുക്കുന്നു, അതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ ED രാഷ്ട്രീയ പ്രതിയോഗികളെ വേട്ടയാടുന്നത് പോലെ ഇവിടെയും അങ്ങനെ രാഷ്ട്രീയ പ്രതിയോഗികൾക്ക് പിറകെ പോവുകയാണ് എന്ന തരത്തിൽ അവതരിപ്പിക്കുന്നു. ആ ഒരു ചിത്രം ആണ് ഇന്ന് MV ഗോവിന്ദനും കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു രീതി അത് ക്ലച്ച് പിടിക്കുമോ? അല്ല, ഈ CPM എന്നും സ്വീകരിക്കുന്ന കുതന്ത്രം ഇതാണെന്ന് നമുക്കൊക്കെ അറിയാമല്ലോ. അതെ, അവരുടെ നെഞ്ചത്ത് കൊള്ളുന്ന വിഷയം വരുമ്പോൾ അണികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പല തരത്തിലുള്ള പ്രചരണങ്ങൾ അവർ നടത്താറുണ്ട്. ഇപ്പോൾ ഗോവിന്ദ മാഷ്ക്ക് ദേശാഭിമാനിയിൽ ലേഖനം എഴുതേണ്ടി വന്നു. അതിൻ്റെ പേരെ നമ്മൾ മറന്നുകൂടാത്തത് ഇവിടെ പറഞ്ഞോ, കേൾക്കുന്നുണ്ട്, കേൾക്കാം. ഞാനാണോ സംസാരിക്കേണ്ടത് അതോ താങ്കൾ തന്നെ? അതിൻ്റെ പേര് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് KSIDCക്ക് പങ്കാളിത്തമുള്ള, കേരള സർക്കാരിന് പങ്കാളിത്തമുള്ള കമ്പനിയാണ്. ആ കമ്പനിയിലാണ് തട്ടിപ്പ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അഴിമതി നടന്നു എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. പ്രഥമ ദൃഷ്ട്യാ അത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണം നടത്താനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്തം കേരളത്തിലെ സർക്കാരിനുണ്ട്. അവരത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാനില്ല. നേരത്തെ ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ KSIDC ഈ കാര്യത്തിൽ വിരലനക്കിയതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അവർക്കത് അനക്കാനും കഴിയില്ല, രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടാവും. പക്ഷേ ഈ അഴിമതി നടന്നു എന്നതുകൊണ്ട് തന്നെ അന്വേഷണം നടത്താൻ കഴിയും. രണ്ടാമത്തെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, എക്സാലോജിക്കിന് KSIDC ഈ CMRL-ഉമായിട്ട് മാത്രമല്ല ഇടപാടുള്ളത്, മറ്റ് പലരുമായിട്ടും ഇടപാടുകളുണ്ട്. പല പ്രമുഖരും, മലയാളികളായ പല പ്രമുഖ വ്യവസായികളുമായിട്ടും ഈ കമ്പനിക്ക് സാമ്പത്തികവും വ്യാപാര സംബന്ധവുമായ ഇടപാടുകളുണ്ട് എന്നുള്ള സൂചനകൾ നമ്മൾ ലഭിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ അന്വേഷണം മുന്നോട്ട് പോകുന്ന സമയത്ത് എക്സാലോജിക്കിൻ്റെ മാത്രമല്ല, കരിമണൽ കർത്തായുടെ കണക്കുകൾ മുഴുവൻ പരിശോധിക്കേണ്ടി വരും.
അപ്പോൾ നേരത്തെ പറഞ്ഞ ഇനിഷ്യൽസിന്റെ ഉടമസ്ഥന്മാരെ മാത്രമല്ല, അവിടുന്ന് പണം വാങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ അവർ പണം നൽകിയിട്ടുള്ള മാധ്യമ പ്രവർത്തകരും മാധ്യമ സ്ഥാപനങ്ങളും ഉൾപ്പെടെ നിയമത്തിന്റെ മുമ്പിൽ വരേണ്ടി വരും. അതുകൊണ്ട് ഇതൊരു വലിയ ഭൂകമ്പം സൃഷ്ടിക്കാൻ പോകുന്ന സംഭവ വികാസത്തിന്റെ തുടക്കമാണ്. അത് കേരളത്തിലെ രാഷ്ട്രീയത്തിലെ ചെറിയ ചലനമല്ല ഉണ്ടാക്കാൻ പോകുന്നത്. മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുണ്ട്, കോൺഗ്രസിന്റെ നേതാക്കന്മാരുണ്ട്, CPM-ന്റെ നേതാക്കന്മാരുണ്ട്. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും ഈ കാര്യത്തിൽ തുറന്ന് കാട്ടപ്പെടണം. ഒരു കാരണവശാലും ഈ തട്ടിപ്പിനെ ന്യായീകരിക്കാൻ, തട്ടിപ്പിന്റെ അവസാനം വരെ പോകാൻ ഈ മോഡി സർക്കാരിന് കഴിയും എന്നാണ് ഞങ്ങളൊക്കെ വിചാരിക്കുന്നത്. മോഡി സർക്കാരിന്റെ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ പുറത്തു വന്നിട്ടുള്ള എല്ലാ തട്ടിപ്പുകളും അതിൻ്റെ അവസാനം വരെ അന്വേഷണം പോയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യവും നമ്മൾ നോക്കണം, നമ്മൾ കാണണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മുഖ്യമന്ത്രിമാരടക്കം ED-യുടെ സമൻസ് കിട്ടിയിട്ട് നെട്ടോട്ടം ഓടുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ കരിമണൽ ഇടപാട് നടത്തിയവരെയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെയും മുഴുവൻ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ കഴിയും എന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. യെസ്, അന്വേഷണത്തിലൂടെ കൂടുതൽ സത്യങ്ങൾ പുറത്തു വരട്ടെ, കൂടുതൽ വിവരങ്ങൾ പുറത്ത് വരട്ടെ, ഞെട്ടിക്കുന്ന വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരും എന്ന് തന്നെ പ്രത്യാശിക്കാം. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും.